ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നെന്മാറ കേസിൽ പറഞ്ഞത് കോടതി ജാമ്യ വ്യവസ്ഥകൾ ലിഫ്റ്റ് ചെയ്തു എന്നാണ്. പക്ഷേ എപ്പോഴും ഏറ്റവും അവസാനത്തെ കോടതി ലിഫ്റ്റ് ചെയ്ത ഉത്തരവിലും കൃത്യമായിട്ട് കോടതി പറഞ്ഞിരുന്നത് പെറ്റീഷണർ ഷാൽ നോട്ട് എൻ്റർ ഇൻ ടു ദ ലിമിറ്റ്സ് ഓഫ് നെന്മാറ പഞ്ചായത്ത് അൺടിൽ ദ കൺക്ലൂഷൻ ഓഫ് ട്രയൽ. ഇതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ അകത്ത് കയറാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ പറഞ്ഞതുപോലെ 1.5 മാസക്കാലം അയാൾ 5 വർഷം മുമ്പ് കൊന്ന സ്ത്രീയുടെ വീടിനടുത്ത് അയാൾ താമസിക്കുകയാണ്, തൊട്ടടുത്ത്. എന്നിട്ട് അവരുടെ ഭർത്താവിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ മക്കളെയും അടക്കം 5 പേരെ കൊല്ലും എന്ന് അയാൾ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയാണ് 1.5 മാസക്കാലം. രാത്രിയാകുമ്പോൾ അയാൾ പുറത്തിറങ്ങി ആയുധം കാണിച്ച ആളുകളെ വരട്ടും. ഇതാണ് ഇവിടെ പറഞ്ഞത്. പ്രമേയ അവതാരകൻ പറഞ്ഞത് ഈ കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു, ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ പോയി പരാതി കൊടുത്തു, ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് അയാൾ ഞങ്ങളുടെ വീടിനടുത്ത് താമസിച്ച് അയാൾ ആയുധത്തിന് മൂർച്ച കൂട്ടി അയാൾ ആയുധവുമായി പുറത്തിറങ്ങി നടക്കുന്നു എന്ന് പരാതി കൊടുത്തിട്ട് 1.5 മാസക്കാലം നിങ്ങളുടെ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. കോടതി പോണെങ്കിൽ കോടതി പോയി ജാമ്യ വ്യവസ്ഥകൾ ലിഫ്റ്റ് ചെയ്ത് മാറ്റി അയാളെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടി സ്വീകരിച്ചോ പോലീസ്? 1.5 മാസക്കാലം ഒരു സ്ത്രീയെ കൊന്ന കേസിലെ കൊലപാതകി തൊട്ടടുത്ത വീട്ടിൽ വന്ന് ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ വരെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ എവിടെയായിരുന്നു ഈ പോലീസ്? അതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയണം. മാത്രമല്ല, ഇത് ഗുണ്ടകളുടെ വിഹാരരംഗമാണ് കേരളം. പോലീസിന്റെ റിപ്പോർട്ട് തന്നെ 2000-ലധികം ഗുണ്ടകൾ കേരളത്തിൽ സ്വൈരവിഹാരം നടത്തുന്നു എന്നാണ്. കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി നടക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഗുണ്ടകളുടെ സമ്മേളനങ്ങളാണ്. ഈ പോലീസ് സ്റ്റേഷൻ നമ്മൾ ഏരിയ സമ്മേളനവും KPCC അല്ല, ഏരിയ സമ്മേളനവും ലോക്കൽ സമ്മേളനവും നടക്കുന്നത് പോലെ അല്ല. ഗുണ്ടകൾ സമ്മേളനം നടത്തുകയാണ്. ഞാൻ പറയാം, ഇനി ഗുണ്ടകൾ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ സമ്മേളനം നടത്തട്ടെ, റൂറൽ SP-യുടെ കീഴിലുള്ള ഏരിയയിൽ ഒരുമിച്ച് കൂടട്ടെ, സംസ്ഥാന സമ്മേളനം നടക്കട്ടെ. എല്ലാ സ്ഥലത്തും ഗുണ്ടകളുടെ യോഗങ്ങൾ നടക്കുകയാണ്. ബർത്ത്ഡേ പാർട്ടികൾ നടക്കുകയാണ്. ഗുണ്ടകളുടെ ബർത്ത്ഡേ പാർട്ടികൾ നടക്കുകയാണ്. ഇതെല്ലാം വാർത്തകൾ വരുന്നതല്ലേ? ഇതെല്ലാം പുതുമയാണോ? ഗുണ്ടകൾ യോഗം കൂടി അവരുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്. നിങ്ങൾ ഒരു SFI-കാരനെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ, വധശ്രമ കേസിലെ പ്രതിയെ നിങ്ങൾ പാർട്ടിയിലേക്ക് സ്വീകരിച്ചില്ലേ പത്തനംതിട്ടയിൽ? അയാൾ ബർത്ത്ഡേ പാർട്ടി നടത്തി എവിടെയാണെന്നറിയാം മുഖ്യമന്ത്രിക്ക്? അയാൾ ജംഗ്ഷനിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് കാറിൻ്റെ ബോണറ്റിൽ കേക്ക് വെച്ചിട്ട് ഗുണ്ടകൾ എല്ലാവരും കൂടി നിന്നിട്ടാണ് കേക്ക് മുറിച്ച് അയാളുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചത്. ജംഗ്ഷനിൽ കാപ്പ കേസിലെ പ്രതി നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്ന കാപ്പ കേസിലെ പ്രതി, ഒരു വിദ്യാർത്ഥി പ്രവർത്തകനെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി, മന്ത്രിയാണ് മാലയിട്ട് സ്വീകരിച്ചത്. എന്നിട്ട് അയാള് ബോണറ്റിൽ കാറിൻ്റെ ബോണറ്റിൽ ജംഗ്ഷനിൽ കൊണ്ടുപോയിട്ട് ബർത്ത്ഡേ പാർട്ടി നടത്തുകയാണ്. അവർ നടത്തുന്ന ബർത്ത്ഡേ പാർട്ടി, അവർ നടത്തുന്ന ഡ്രഗ് പാർട്ടി, അവർ നടത്തുന്ന DJ പാർട്ടി മുഖ്യ അതിഥികളായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നു എന്ന പരാതി. പങ്കെടുത്തില്ലേ? എത്ര സ്ഥലത്ത് DYSP-മാർ, CI-മാർ ഈ ഗുണ്ടകൾ നടത്തുന്ന പാർട്ടിയിലെ മുഖ്യാതിഥി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോവുക പോലീസ്. അതാണ് ഗുണ്ട പോലീസ് നെക്സസ് ഉണ്ടെന്ന് പറഞ്ഞ്. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ധാരാളമുണ്ട്, ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. പോലീസിൽ എല്ലാ കാലത്തും നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അതൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ ക്രിമിനലുകളുടെ എണ്ണം, ക്രിമിനലുകളുമായി നെക്സസ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു. അവരെ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ ഈ ഗുണ്ടകൾക്ക് പൊളിറ്റിക്കൽ പാട്രണേജ് കൊടുക്കുന്നു പല സ്ഥലത്തും. നിങ്ങളുടെ ആളുകളാണ് അവരെ സംരക്ഷിക്കുന്നത്. പോലീസിൻ്റെ ഹൈറാർക്കി തകരാറിലാണ്. പോലീസ് ഒരു ഫോഴ്സാണ്. ആ ഫോഴ്സിന് DGP മുതൽ താഴെ വരെയുള്ള ഒരു ഹൈറാർക്കി ഉണ്ട്. ഒരു ഫോഴ്സ് എപ്പോഴും അങ്ങനെ നിലനിൽക്കുള്ളൂ, ഏത് ഫോഴ്സ് ആണെങ്കിലും. ഇവിടെ ആ ഫോഴ്സിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇൻ്റർവെൻഷൻസാണ്, ഇടപെടലുകളാണ്.